നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസത്തിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നന്ദി പറയുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. 8-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമം എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. നാമം അല്ലെങ്കിൽ പേര് എന്ന് പറയുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തിയുടെ പേര്, ഒരു കുടുംബത്തിൻ്റെ പേര്, ഒരു സ്ഥലത്തിൻ്റെ പേര്, ഇതൊക്കെ തിരുവെഴുത്തിൽ പരാമർശ വിധേയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, ആദിയിൽ എല്ലാറ്റിനും പേരിട്ടത് ആദമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ഓരോ പേരിനും അർത്ഥങ്ങളുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി കുടുംബങ്ങളുടെ പേരെടുത്താലോ, ഓരോ കുടുംബത്തിൻ്റെയും പേർ വരുവാൻ കാരണക്കാരനായത് ദൈവമാണെന്ന് എഫെസ്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും തിരുവെഴുത്തിലെ സ്ഥലങ്ങളെ സംബന്ധിച്ച് നോക്കിയാലോ, അവിടെയും ഈ പ്രാധാന്യമുണ്ട്. യാക്കോബ് പദ്ദൻഅരാമിലേക്ക് ഓടിപ്പോകുമ്പോൾ താൻ കിടന്നുറങ്ങിയതായ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വലിയവനായ ദൈവം അവൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേര് വിളിച്ചു. അതിനു മുൻപ് ആ സ്ഥലത്തിൻ്റെ പേര് ലൂസ് എന്നായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ നാം ഈ കാര്യം വായിക്കുന്നു. അങ്ങനെ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ നാമം, കുടുംബത്തിൻ്റെ നാമം, സ്ഥലങ്ങളുടെ നാമം, ഇതൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വലിയവനായ ദൈവത്തിൻ്റെ നാമം എന്താണ്? മോശ ദൈവത്തോട് ചോദിച്ചു, ഞാൻ മിസ്രൈമിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ എന്നോട് ചോദിക്കും, നിന്നെ ആരാണ് ഇവിടേക്ക് അയച്ചത്? ആ ദൈവത്തിൻ്റെ നാമം എന്താണ്? അതിന് മറുപടിയായി ദൈവം പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഐ ആം ദാറ്റ് ഐ ആം. അതാണ് യഹോവയായ ദൈവത്തിൻ്റെ നാമം. ഇത് നീ ഇസ്രായേൽ മക്കളോട് പറയണം. ഇങ്ങനെ ഒരു പേര് മറ്റൊരാൾക്കും ലോകത്തിലില്ല, ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, ഇനി മേലാൽ ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ നാമം ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളതും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും അത്രേ. 148-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് എന്നത്രേ. ഈ ലോകത്തിൽ അധിവസിക്കുന്ന സകല മനുഷ്യരുടെ നാമങ്ങളെക്കാളും ഉന്നതമായ നാമമാണ് കർത്താവിൻ്റെ നാമം. ഈ ലോകത്തിൽ ഇന്നത്തെ കണക്കനുസരിച്ച് 850,00,000 ആളുകൾ ജീവിച്ചിരിക്കുന്നു. അത്രയും ആളുകളുടെ പേരുകളെക്കാൾ ശ്രേഷ്ഠമായ നാമമാണ് ദൈവത്തിൻ്റെ നാമം. കേവലം ഒരു മനുഷ്യൻ്റെ നാമം പോലെയുള്ള നാമമല്ല ദൈവത്തിൻ്റെ നാമം എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നാമം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. തിരുവെഴുത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ നാമം അത്ഭുതകരമായ നാമമാണെന്നും ഈ നാമം ശ്രേഷ്ഠമായ നാമമാണെന്നും ഈ നാമം സൗഖ്യം നൽകുന്ന നാമമാണെന്നും ഈ നാമം എല്ലാ നാമത്തെക്കാളും ഉയർന്നിരിക്കുന്ന നാമമാണെന്നും ഒക്കെ തിരുവെഴുത്ത് വളരെ കൃത്യമായി പ്രസ്താവിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇതിലേറ്റവും പ്രസ്താവ്യമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് പേര് നൽകുന്നത് മനുഷ്യനല്ല എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിൽ 10,000-ഓളം മതങ്ങളുണ്ട്. ഈ മതങ്ങളൊക്കെ പ്രസ്താവിക്കുന്നതായ ദൈവങ്ങൾക്ക് മതങ്ങൾ തന്നെ പേരുകൾ നൽകിയിരിക്കുന്നു, മനുഷ്യർ തന്നെ നാമകരണം ചെയ്തിരിക്കുന്നു. എന്നാൽ അത്യുന്നതനായ ദൈവം, സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവായ ഏകസത്യ ദൈവം, ആ ദൈവത്തിന് മനുഷ്യൻ പേര് നൽകേണ്ട ആവശ്യമില്ല. ആ ദൈവത്തിൻ്റെ നാമം അത്ഭുതകരമായ നാമമാണ്. മനുഷ്യന് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള നാമം. അത് ദൈവം തന്നെ എടുത്തിരിക്കുന്നതായ നാമമാണ്. ഒരു മനുഷ്യനും ദൈവത്തിന് പേര് നൽകുവാനായിട്ട് സാധ്യമല്ല. അങ്ങനെ അത്ഭുതകരമായ നാമം ധരിച്ച ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് അപ്പാ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും പദവികളും നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് എത്രയോ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഒരു മനുഷ്യനും അങ്ങനെ ലഭിക്കുവാൻ സാധ്യമല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ പദവിക്കായി നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. താങ്കൾക്ക് ഇതുവരെയും ആ ഒരു പദവിയിലേക്ക് വരുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക.
ദൈവസന്നിധിയിലേക്ക് എന്ന് ദൈവത്തെ ആരാധിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, സ്വർഗീയനാഥം ശ്രവിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അത്യുന്നതനായ ദൈവത്തെ അടുത്ത് അറിഞ്ഞ് ആരാധിക്കുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുവെങ്കിൽ അവരുടെ ഹൃദയത്തിൽ അവിടുന്ന് പ്രവർത്തിച്ച് കർത്താവെ അവർ ദൈവമക്കളാകുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. മഹത്തായ സന്ദേശം മറക്കാതെ കേൾക്കുവാൻ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം,